ഹലോ അസ്സാം വലൈക്കും. തട്ടിക്കൂട്ട് പരിപാടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ലുലു മാളിലോട്ടാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് കഴിഞ്ഞ ദിവസം ഓപ്പണിംഗ് ആയിട്ടുള്ള ലുലു മാളിലോട്ടാണ് ഇന്ന് നമ്മൾ യാത്ര പോണത്. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഫുള്ളായി കാണുക. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുന്ന വഴി ഫുൾ ബ്ലോക്കാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്, റോഡ് മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ എന്താ പറയുക, വണ്ടി വല്ല ഉറുമ്പരിക്കണ പോലെയാണ് കേട്ടോ അരിച്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാണ്ടോ വണ്ടി ഇങ്ങനെ മെല്ലെ മൂവ് ചെയ്യണോണ്ട് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കണമുണ്ട്. അങ്ങനെ ഇത് പാലക്കാടിൻ്റെ മണ്ണിൽ തല ഉയർത്തി നിൽക്കുകയാണ് നമ്മുടെ ലുലു മാള്. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ മെല്ലെ മൂവ് ചെയ്തിട്ട് ഇത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇക്കതാ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മാളിൻ്റെ രണ്ട് സൈഡുമായിട്ട് തന്നെ നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പം തന്നെ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ എത്ര വണ്ടി വന്നാലും നിൽക്കാനുള്ള സെറ്റപ്പ് ഇവർ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചെറിയൊരു 2 വീലറാണല്ലോ, അപ്പോൾ അത് ഇതാ അറ്റത്ത് കൊണ്ട് നിർത്താൻ പോയിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും കൂടി വന്നിട്ട് മോനും കൂടി വന്നിട്ട് ഉള്ളിലോട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടും അവരെ കാണാനില്ല. പിന്നെ ഞാൻ പേടിച്ചിട്ട് ഫോൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതപ്പോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാ അതിൻ്റെ താഴെയൊക്കെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഹായ് ഹായ് പറഞ്ഞാൽ മതി. ഒന്നും ഇങ്ങനെയാ, ഞാനൊന്നും ചെയ്യൂല. കഴിഞ്ഞ പർച്ചേസിങ് കഴിഞ്ഞു. കുറേ നേരമായി വന്നിട്ട് നമുക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് യാദൃശികമായി നമ്മുടെ സിലുത്താനെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതോട് സംസാരിക്കുകയാണ്. ആൾ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളോട് എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് തന്നെ സംസാരിക്കും, വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഉപ്പാനും മോനും കാണാനില്ല. നോക്കുമ്പോൾ അത് അവർ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. കിട്ടണ്ട പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മോൻ്റെ. അതിനുശേഷം ഞങ്ങളിതാ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഇന്നലെ ആയിരുന്നല്ലോ ഓപ്പണിങ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ ഐറ്റത്തിനും ഓഫറുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പർച്ചേസ് ചെയ്യാനൊന്നുമല്ല വന്നത്, ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ട് വന്നതാണ്. ഒന്നും ഞങ്ങൾ കാര്യമായിട്ട് പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് മൊത്തം ഡോണറ്റ്സ് ആണ് കേട്ടോ. പല വെറൈറ്റീസ് ഡോണറ്റ്സ് ഉണ്ട്. അപ്പോൾ റെസ്ലൂന് വേണം പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നും തോന്നിയില്ല. എന്താ പറയുക, വലിയൊരു രസമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണാടി ഗ്ലാസ് എന്താണ് ശരിക്കും പിസയാ?
ഹായ് ടാറ്റാ. വേണ്ട, റെസ്റ്റിൽ പോണ്ട. കണ്ടിട്ടും മതിയാവൂല, കണ്ടാലും തീരൂല എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഒരുപാടുണ്ട്. ഇവിടെ കിട്ടാത്തതായിട്ട് എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ പറയാനറിയില്ല. ഒരുവിധം എല്ലാ ഐറ്റംസും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ലുലു മാളിൽ കിട്ടും. അപ്പോൾ അതാ ഉണ്ടോ, റെസ്റ്റിൽ ഇവിടെ കടന്നൊരു തൊപ്പി എടുത്തിട്ട് അവൻ്റെ ഉപ്പാനോട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയണം. അതൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ അതാ നേരെ ഞങ്ങൾ എസ്കലേറ്ററിൽ കയറിയിട്ട് മേലത്തെ നിലയിലോട്ട് പോവുകയാണ്. 2 നിലയാണ്. അപ്പോൾ താഴെ ഒരുവിധം പറ്റുന്നതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അങ്ങനെ ഇതാ മേലെ എത്തി. അപ്പോൾ റസ്ലുവിന് പണ്ടേ ഇഷ്ടമാണ് അതിലിങ്ങനെ കയറി ഇറങ്ങി കളിക്കാൻ. അവനതാണ്ട് നോക്കിയത്. ഗെയിം കളിക്കണോ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു. പിന്നെ ഐസ്ക്രീം വേണോ ചോദിച്ചപ്പോഴും വേണ്ട പറഞ്ഞു. അവൻ്റെ കണ്ണ് മൊത്തം ഉള്ളത് എന്താ പറയുക, ടോയ്സിലോട്ടാണ്. ഓട്ടോറിക്ഷയും എന്താണ് കാറും അതൊക്കെയാണ് അവൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ എന്തായാലും എക്സാം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തിരക്കില്ലാണ്ട് ഒരു ദിവസം വന്നിട്ട് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഐസ്ക്രീമൊന്നും വേണ്ടാന്നും പറഞ്ഞു. പിന്നെ അവനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങളും കഴിച്ചില്ല. പിന്നെ അങ്ങനെ തിരിച്ചിറങ്ങാൻ നേരത്തായിരുന്നു ഈ ഒരു ഉമ്മ എസ്കലേറ്ററിൽ കയറാൻ പേടിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ കഥ ആ ഉമ്മാനെ എന്താ പറയുക ഒപ്പം നിർത്തിയിട്ട് താഴെ ഇറക്കി കൊടുത്തു. പിന്നെ അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും മുമ്പ് പറഞ്ഞ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതാ കണ്ടോ, കുറേ നേരമായി ലുലുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കിടക്കാൻ പറ്റുന്നില്ല. ഫുൾ ബ്ലോക്കാണ്. ഹൈവേയിലും താഴത്തെ റോട്ടിലൊക്കെ ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ കുറേ നേരമായി ഇതാ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.